ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, പടച്ചവനോട് പറഞ്ഞു, അല്ലാഹുവേ, ഈ പരീക്ഷണങ്ങളിൽ ഞാൻ വിജയിച്ചപ്പോൾ നീ എന്നെ ഇമാമാക്കി, എന്നെ നേതാവാക്കി, എന്നെ പിൻപറ്റപ്പെടാൻ യോഗ്യനാക്കി മാറ്റുമ്പോൾ അല്ലാഹുവേ, ഞാൻ ചോദിക്കുകയാണ്, ഖാലബമിന ദുരിയതി, എന്റെ സന്താന പരമ്പരകൾക്ക് കൂടി നൽകണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയുകയാണ്, ഇല്ല ഇല്ല, ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ, തെമ്മാടികൾക്ക് ഞാൻ പദവി കൊടുക്കൂല നബിയേ, എല്ലാവർക്കും ഞാൻ ആ പദവി കൊടുക്കൂല, ചില ആളുകൾക്ക് മാത്രമേ ഞാൻ കൊടുക്കൂളൂ എന്ന് അള്ളാഹു പറഞ്ഞപ്പോ അടുത്ത് ചോദിച്ച കാര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കൊണ്ട് വീണ്ടും അത് പറയിപ്പിക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം രണ്ടാമത് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ പടച്ചതമ്പുരാനോട് ചോദിച്ചതെന്തെന്നറിയോ, വഇദ് ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ഇറക്കുകയാ, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ, കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബാലയം നിലകൊള്ളുന്ന പരിശുദ്ധമായ മക്ക, ആ മക്ക മണൽത്തട്ടിനെ പടച്ചവനെ നീ നിർഭയത്വമുള്ള മണ്ണാക്കണേ അല്ലാഹ്, ആരിവിടെ കടന്നു വന്നാലും നിർഭയത്വമുള്ള മണ്ണാക്കണേ അല്ലാഹ്, ഇവിടെ ആരും ഭയപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്, എല്ലാവർക്കും ഭീതിയില്ലാതെ, ഭയമില്ലാതെ, പേടിയില്ലാതെ എല്ലാവർക്കും നിർഭയത്വം നൽകുന്ന മണ്ണാക്കണേ തമ്പുരാനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ട് ഉടനെ ഇബ്രാഹിം നബി ദുആ ഇറക്കുകയാ, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, പടച്ചവനെ ഇവിടെയുള്ള ആളുകൾക്ക് നീ മുറിയാതെ ഭക്ഷണം കൊടുക്കണേ അല്ലാഹ്, അവർക്ക് മതിയായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും നീ കൊടുക്കണേ അല്ലാഹ്, അവർക്ക് ആവശ്യമായ ധാന്യങ്ങൾ കൊടുക്കണേ അല്ലാഹ്, അവരുടെ പശിയടക്കാൻ ഭക്ഷണം കൊടുക്കണം അല്ലാഹ്, ദാഹമടക്കാൻ വെള്ളം കൊടുക്കണം തമ്പുരാനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ഇറക്കുകയാ. ഇത്രയും ദുആ എന്നപ്പോൾ ഇബ്രാഹിം നബിയുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു ഭയമായി. എന്തെന്നറിയോ, നേരത്തെ ഇബ്രാഹിം നബി ചോദിച്ചപ്പോൾ എന്റെ സമുദായത്തിലെ പരമ്പരകൾക്ക് കൂടി അധികാരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ, ഇല്ല ഇബ്രാഹിം നബിയെ, എല്ലാവർക്കും ഞാനത് കൊടുക്കൂല എന്ന് അള്ളാഹുവിന്റെ മറുപടി വന്നപ്പോ, അള്ളാഹുവേ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും വെള്ളം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഭക്ഷണം കൊടുക്കുമ്പോൾ ലോകത്തുള്ള സർവർക്കും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഈ ഭക്ഷണം കൊടുക്കേണ്ടത്, നിർഭയത്വം നൽകേണ്ടത് അല്ലാഹുവേ, നിന്നെ കൊണ്ട് വിശ്വസിക്കുന്ന, പരലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് നീ ഭക്ഷണം നൽകണേ, വെള്ളം നൽകണേ തമ്പുരാനെ, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി എന്ന് ദുആ ചെയ്യുമ്പോ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയായ അല്ലാഹ്, സമാധാനം എവിടെ നിന്നാണോ കടന്നു വരുന്നത്, രക്ഷ എവിടെ നിന്നാണോ കടന്നു വരുന്നത്, കരുണയും കാരുണ്യം എവിടെ നിന്നാണോ അംശിക്കപ്പെടുന്നത്, ആ പടച്ചതമ്പുരാന് കാരുണ്യത്തിന്റെ പ്രതീകമായ അല്ലാഹ്, കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്ന അല്ലാഹ്, ഉറങ്ങിക്കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ, പാവപ്പെട്ട ചെറ്റക്കൂരയിൽ കിടക്കുന്ന ഏതൊരു മനുഷ്യന് പട്ടിണി കിടന്നാലും അവന്റെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന അല്ലാഹ്, മരുപ്പച്ചകലയായ മരുഭൂമിയുടെ മടിത്തട്ടില് ഒരു അമ്പയായ ചിറകിന്റെ എല്ലാ തൂവലുകളും മറ്റുപോയ തള്ളപ്പക്ഷി വിഷം വെട്ടിയ വയറുമായി കഴിയുമ്പോ ആ പക്ഷിയുടെ കൊക്കിലേക്ക്, പക്ഷിയുടെ ചുണ്ടിലേക്ക് ആരോഗ്യമുള്ള പക്ഷി അതാ പറന്നിറങ്ങിയിട്ട് ആ പക്ഷിയുടെ ചുണ്ടിലിരിക്കുന്ന ഭക്ഷണം കൊത്തിവെച്ചു കൊടുത്ത് ആ മരുഭൂമി അകലയായ, മരുപ്പച്ച അകലയായ മരുഭൂമിയുടെ മടിത്തട്ടില് ഒരു പാവപ്പെട്ട അമ്പയായ പക്ഷിക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹ്, അവനാണ് ലോകത്തിന്റെ സർവശനായ അല്ലാഹ്, സർവജ്ഞനായ അല്ലാഹ്, സർവാധിനാഥനായ അല്ലാഹ്, സർവഗുണ സമ്പൂർണനായ അല്ലാഹ്, സർവലോക സൃഷ്ടിയുടെ സംഹാരകർത്താവായ അല്ലാഹ്. വിശാലമായ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാണ് പടച്ചതമ്പുരാൻ. അധികാരം ചോദിച്ചപ്പോൾ ഇല്ലത്
മുഴുവനുകൾക്ക് ഞാൻ അധികാരം കൊടുക്കൂല, ചില ആളുകൾക്ക് മാത്രമേ ഞാൻ അധികാരം കൊടുക്കുള്ളൂ എന്ന് അല്ലാഹു പറഞ്ഞപ്പോ ഭക്ഷണം നീ അങ്ങനെ കൊടുത്താ മതി, എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വെള്ളം നീ എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മഴ എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ അല്ല പറയുകയാണ്, ഇല്ല ഇബ്രാഹിം നബിയേ, ഖാല വമിന ദുരിയതി ഖാല വമൻ കഫറ ഖാല വമൻ കഫറ, എന്നെ അവിശ്വസിക്കുന്നവർക്ക് ഞാൻ വെള്ളം കൊടുക്കും നബിയേ, എന്നെ ധിക്കരിക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും നബിയേ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ട സഹോദര, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി ഒരു വർഗീയവാദിയായതുകൊണ്ടല്ല, ഒരു സ്വജനപക്ഷപാതിയായതുകൊണ്ടല്ല, ഒരു മതമൗലികവാദിയായതുകൊണ്ടല്ല. അധികാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇല്ല നബിയെ ഞാൻ എല്ലാവർക്കും അത് കൊടുക്കില്ല എന്ന് പടച്ചവന് പറഞ്ഞപ്പോ ഇനി ഭക്ഷണത്തിന്റെ വിഷയത്തിലും അല്ലാഹു അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചാലോ? അതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നു, പടച്ചവനെ നീ എല്ലാവർക്കും കൊടുക്കണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം ഭക്ഷണം കൊടുത്താ മതി, നിനക്ക് സുജൂദ് ചെയ്യുന്നവർക്ക് മാത്രം ഭക്ഷണം കൊടുത്താ മതി, നിന്നെ അനുസരിക്കുന്നവർക്ക് മാത്രം നീ ജലപാനം നൽകിയാൽ മതി. ഇത് പറയുമ്പോ അല്ലാഹു കരുണയുള്ളവരാ. അവന് പറഞ്ഞതെന്താണ്? അല്ല അല്ല, ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതിൽ എനിക്ക് വ്യത്യാസമൊന്നുമില്ല, എന്നെ അവിശ്വസിക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നതാ. പാലക്കാട് ജില്ലയിലെ പെരുങ്ങോട്ട് കുരിശിയിലെ സഹോദരിമാരോട് സഹോദരങ്ങളോട് ഒരു നിമിഷം നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് ഞാൻ ചോദ്യചിഹ്നമായി ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരോട് ആവശ്യപ്പെടുകയാണ്. ഒരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാ. സുബഹി നമസ്കരിക്കാത്തവനും അല്ലാഹു ബ്രേക്ക്ഫാസ്റ്റ് നൽകുന്നില്ലേ? ദുഹർ നിസ്കരിക്കാത്തവനും അല്ലാഹു ലഞ്ച് നൽകുന്നില്ലേ? അസ്ർ നിസ്കരിക്കാത്ത ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൈ നിറച്ചവന് ശമ്പളം കൊടുക്കുന്നല്ലോ. മഗ്രിബ് നമസ്കരിക്കാത്തവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഡിന്നർ കൊടുക്കുന്നുണ്ടല്ലോ. ഇശാ നമസ്കാരം നിർവഹിക്കാത്തവൻ അല്ലാഹു സുന്ദരമായ ഉറക്കം കൊടുക്കുന്നല്ലോ. അല്ലാഹുവിന് എന്തെങ്കിലും പന്തിയിൽ പക്ഷമുണ്ടോ? അല്ലാഹുക്ക് എന്തെങ്കിലും കാറ്റഗറി ചെയ്തിട്ടുണ്ടോ ഭക്ഷണം കൊടുക്കുന്നതില്? അല്ലാഹുക്ക് പെൺമക്കളുണ്ടെന്ന് പറഞ്ഞ സത്യനിഷേധികള്, കുഫാറുകൾ, ധിക്കാരികള്, അവർക്ക് അല്ലാഹു യഥേഷ്ടം ഭക്ഷണം കൊടുത്തില്ലേ? പാലക്കാടുകാരാ, ഇവിടെ പടച്ചവനെ ധിക്കരിക്കുന്നവര്, അല്ലാഹുവിനെതിരെ ആയിരക്കണക്കിനായ കമന്റുകൾ ഫേസ്ബുക്കിലൂടെ എഴുതുന്നവര്, അഷ്റഫുൽ ഖൽഖിനെ കുറ്റപ്പെടുത്തുന്നവര്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കേട്ടാൽ അറയ്ക്കുന്ന വാക്പ്രയോഗങ്ങൾ കൊണ്ട് ആക്ഷേപിക്കുന്നവര്, അല്ലാഹു മഴ കൊടുക്കുന്നല്ലോ, അല്ല ഭക്ഷണം കൊടുക്കുന്നല്ലോ, അല്ല വെള്ളം കൊടുക്കുന്നല്ലോ. അതാണ് പടച്ചവന്റെ കാരുണ്യം, അതാണ് അല്ലാഹുവിന്റെ കരുണയെന്ന് മനസ്സിലാക്കുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, ഒരിക്കലും ഞങ്ങൾ മദീനത്തുൻ നബവിയിൽ നമസ്കരിക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്ന് നിസ്കരിക്കുമ്പോ അതിന്റെ പിന്നിൽ അണിയണിയായി വരി വരിയായി നിരനിരയായി ഞങ്ങൾ നിൽക്കുകയാ. ആ സമയത്ത് ഒരു അഅറാബിയായ ആദിവാസിയായ അറിവില് പാപ്പരുത്തമുള്ള വിവരമില്ലാത്ത പാവപ്പെട്ട ഒരു ബന്ധുവായ ഒരു ഗ്രാമീണനായ ഒരു സഹോദരൻ കടന്നു വന്നു പള്ളിയില്. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിലാണ്, ഞങ്ങളും പിറകില് നിസ്കാരത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാ. ഈ മനുഷ്യന് കടന്നു വന്നിട്ട് അവിടെ നിന്നൊരു ദുആ ചെയ്തു. എന്താണെന്നറിയോ? അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദാ വലാ തർഹം മഅനാ ഹദാ. ഒരു ബദവിയായ, ഒരു ഗ്രാമീണനായ, ഒരു ആദിവാസിയായ, ഒരു അഅറാബിയായ, ഒരു വിവരമില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ നിന്ന് മദീനത്തുൻ നബവിയിൽ നിന്ന് ദുആരക്കുകയാണ്. അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദാ, പടച്ചവനെ എനിക്കും മുഹമ്മദ് മുസ്തഫയ്ക്കും നീ ഗുണം ചെയ്യണേ അല്ലാ, അനുഗ്രഹം ചൊരിയണേ അല്ലാ. വലാ തർഹം മഅനാ ഹദാ, വേറെ ആർക്കും നീ കരുണ ചൊരിയണ്ട തമ്പുരാനെ, വേറെ ആർക്കും നീ കാരുണ്യം ചൊരിയണ്ട തമ്പുരാനെ. ഇതങ്ങോട്ട് ദുആരംഭപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സലാം വീട്ടിയിട്ട് ചോദിക്കുന്നു, ആരാ ദുആ ചെയ്തത്? സഹാബാക്കൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഇദ്ദേഹമാണ് ദുആ ചെയ്തത്. ഉടനെ ആ മനുഷ്യനെ മുന്നിലേക്ക് വിളിപ്പിച്ചു റസൂൽ. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞെന്തെന്നറിയോ? ലഖദ് ഹജ്ജർത വാസിആ, ലഖദ് ഹജ്ജർത വാസിആ.
വിശാലമായ കാരുണ്യത്തിന്റെ പടച്ച തമ്പുരാന്റെ കരുണയുടെ ആ വിശാലതയെ നീ എന്തിനാണ് സങ്കുചിതത്വമാക്കിയത്? എന്തിനാണ് നീ കുടുസാക്കി കളഞ്ഞത്? എന്തിനാണ് നീ ചെറുതാക്കി കണ്ടത്? അള്ളാന്റെ കാരുണ്യം ലോകത്തുള്ള സർവ്വർക്കും വീതിച്ചു കൊടുത്താലും ബാക്കിയാ. അള്ളാന്റെ കരുണയിൽ 100 കാരുണ്യത്തിൽ ഒന്നല്ലേ ഭൂമി ലോകത്തിറക്കിയുള്ളൂ. ആ ഒന്നിന്റെ പേരിലല്ലേ ഒരു തള്ളപ്പക്ഷി കുഞ്ഞു പക്ഷിയോട് കാണിക്കുന്നത്, ഒരു തള്ളക്കോഴി കുഞ്ഞു കോഴിയോട് കാണിക്കുന്നത്, ഒരു ഉമ്മ തന്റെ മകനോട് മകളോട് കാണിക്കുന്നത്, ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് കാണിക്കുന്നത്, ഒരു അധ്യാപകൻ തന്റെ ശിഷ്യനോട് കാണിക്കുന്നത്. ഇവിടെ എല്ലാ കാരുണ്യവും ഈ പെരുങ്ങോട്ടുകുറിശ്ശിയിൽ സാധു സംരക്ഷണ റിലീഫ് കമ്മിറ്റി നാട്ടിലുള്ള ജനങ്ങളോട് കാണിക്കുന്നതല്ല. ആകാശ ലോകത്ത് നിന്ന് ഇറക്കപ്പെട്ട ഒരേ ഒരു കാരുണ്യത്തിന്റെ അംശമാ. ബാക്കി 99 അല്ലാഹു ആകാശ ലോകത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ആ 99% വരുന്ന കാരുണ്യവും ഞാനും നിങ്ങളും അടങ്ങുന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാർക്ക് പരലോകത്ത് വെച്ചങ്ങ് വീതിച്ചു തരാനാ. അതുകൊണ്ട് സഹോദരങ്ങളെ, കരുണാമയനായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ആ പടച്ചവന്റെ കാരുണ്യം വെളിവാക്കുന്ന സന്ദേശമാണ് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ആദ്യമായി നമ്മൾ പഠിക്കാനുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഒന്നാമതായിട്ട് റബ്ബിന്റെ കരുണ. അത് ഇവിടത്തെ മുസ്ലിമിന് മാത്രമല്ല കിട്ടുക, ഇവിടത്തെ അമുസ്ലിമിനും മനുഷ്യർക്കും മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾക്കും ജീവനുള്ളവർക്കും ജീവനില്ലാത്തവർക്കും അചേതന സചേതന വസ്തുക്കൾക്കും മുഴുവനും അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്, അള്ളാഹുവിന്റെ കരുണയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും വർഗീയവാദിയായിരുന്നില്ല. പടച്ചോനെ, നീ ഭക്ഷണം കൊടുക്കുമ്പോ നിന്നെ കൊണ്ട് വിശ്വസിച്ച ആളുകൾക്ക് മാത്രം കൊടുത്താൽ മതി എന്ന് ഇബ്രാഹിം നബി ദ്വാരുന്നത് ഒരു കുടുസായ മനസ്സിന്റെ ഉടമയായതുകൊണ്ടല്ല, മറിച്ച് തൊട്ടു മുമ്പ് അള്ളാഹുവിനോട് ചോദിച്ച ആ ഇമാമത്ത് എന്ന പദവി എല്ലാവർക്കും ഞാൻ കൊടുക്കൂല എന്നല്ല പറഞ്ഞപ്പോ ഒരു പേടി വന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. അതുപോലെ ആയിരിക്കൂലോ ഭക്ഷണത്തിന്റെ വിഷയവും. അതുകൊണ്ട് പടച്ചോനെ, എല്ലാവർക്കും നീ കൊടുക്കണ്ട, നിന്നെ കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി. അല്ല തിരുത്തി അല്ല ഇബ്രാഹിം നബിയെ, ഞാൻ എല്ലാവർക്കും കൊടുക്കും. അള്ളാഹു എല്ലാവർക്കും കാരുണ്യം തരുന്നില്ലേ? കുടിക്കാൻ കള്ളുകുടിയനും മദ്യത്തിൽ ഒഴിക്കാൻ വെള്ളം കൊടുക്കുന്നതാരാ? ആലോചിച്ചു നോക്കൂ. അല്ലല്ലേ, അല്ലാഹുവല്ലേ. ഒരു തുള്ളി വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾ, ആ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ മുന്നിൽ അല്ല വെറുത്ത് നിഷേധിച്ച് നിരോധിച്ച് അല്ല പാടില്ല എന്ന് പറഞ്ഞ മദ്യത്തിന്റെ ഗ്ലാസിലേക്ക് മദ്യത്തിന്റെ ചഷകത്തിൽ നിന്ന് പകർന്നെടുത്ത കള്ളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാൻ ഒരു മദ്യപാനിക്ക് വെള്ളം കൊടുക്കുന്നവരാരാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതാണ് പടച്ചവന്റെ കരുണ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിൽ ഞാൻ ഈ കാലഘട്ടത്തിനോട് യോജിച്ചൊരു വിഷയം, എനിക്കറിയാം സഹോദരിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഖബർ, മരണം, സിറാത്ത്, നരകം, സ്വർഗം, ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കേൾക്കാൻ. പറയാനും എളുപ്പമാണ്, പറയാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഖദീജ ബീവിയുടെ കല്യാണം, ആയിഷ ബീവിയുടെ മണിയറ, ഫാത്തിമ ബീവിയുടെ മരണം, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, എല്ലാവർക്കും വലിയ താല്പര്യമാണ്. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം പറയാം, എത്ര നാള് നമ്മൾ കേട്ട് സുഖിച്ചുകൊണ്ടിരിക്കും, എത്ര നാള് കേട്ട് നമ്മൾ സുഖിക്കും? ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ സ്വത്വബോധം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയും നമുക്ക് സ്വർഗവും നരകവും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? നമുക്ക് വിശാലമായി കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലൊരു ഗുരു തന്റെ ശിഷ്യനോടൊരു കഥ പറഞ്ഞു. ശിഷ്യനോട് പറഞ്ഞ കഥ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ വനാന്തരത്തിലൂടെ പാതിരാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്.
ആ മനുഷ്യൻ എപ്പോഴോ കാലൊന്ന് വഴുതികിട്ട ആ മനുഷ്യൻ കൊക്കയിലേക്ക് വീണു. ശ്രദ്ധിച്ചിരിക്കണേ, കൊക്കയിലേക്ക് വീണുപോയ ഈ മനുഷ്യൻ ഒരിക്കലും താനിന് രക്ഷപ്പെടില്ല എന്ന് സ്വയം വിധിയെഴുതിയ ചെറുപ്പക്കാരൻ ഇനി ഒരിക്കലും തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന തിരിച്ചറിവിനിടയിൽ എപ്പോഴോ ഒരു കാട്ടുവള്ളിയിൽ പിടുത്തം കിട്ടി. ഒരു കാട്ടുവള്ളിയിൽ അയാൾ ഇങ്ങനെ തൂങ്ങി നിന്നു. അയാൾ പാതിരാത്രി ശേഷിക്കുന്ന രാത്രിയുടെ 2ാം യാമവും 3ാം യാമവും ആ കാട്ടുവള്ളിയിൽ തൂങ്ങിക്കിടന്ന് മാമരം കോച്ചുന്ന തണുപ്പത്ത് പോലും അയാൾ വിയർക്കുകയും വിറയ്ക്കുകയും ചെയ്തു. കാരണം അയാളുടെ ഉള്ളിലുള്ള ഭീതി വന്നതിനേക്കാൾ ദൂരം ഇനിയും പോകാനുണ്ട് എന്നൊരു ഭീതിയാണ്. അയാൾ മണിക്കൂറുകളോളം ആ കാട്ടുവള്ളിയിൽ തൂങ്ങിക്കിടന്നിട്ട് സങ്കടത്തിലായി, വിയർത്തൊലിച്ചു. രാത്രി അയാൾ വിറച്ചു. നേരം വെളുക്കാൻ മിനിറ്റുകൾ ബാക്കി. കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമായി. അയാളുടെ കണ്ണിലേക്ക് വെളിച്ചം വന്നു. ആ സമയത്ത് അയാൾ നോക്കുമ്പോൾ കാണുന്ന സത്യം എന്താണെന്നറിയോ? കാല് ഒരൽപ്പം കൂടെ നീട്ടിയിരുന്നുവെങ്കിൽ അയാൾക്ക് നിലത്ത് കാല് വെക്കാൻ പറ്റുമായിരുന്നു. ഈ പാവം അറിഞ്ഞില്ല. ഈ പാവം അതറിഞ്ഞില്ല. ഇനിയും ഒത്തിരി ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന അബദ്ധ ജടിലമായ അജ്ഞതയുടെയും ആ ഒരു വിവരക്കേടിന്റെയും പേരിൽ പാതിരാത്രി മുഴുവനും സങ്കടത്തിലായി. പാതിരാത്രി മുഴുവനും അയാൾ സങ്കടപ്പെട്ട് വിയർത്തു. കാലൊന്ന് അല്പം നീട്ടിവെച്ചാൽ മതിയായിരുന്നു നിലത്തെത്താൻ. അയാൾക്ക് നേരത്തെ വീട്ടിൽ പോകാമായിരുന്നു. പക്ഷെ പാവപ്പെട്ടവൻ ആ രാത്രി മുഴുവനും കാട്ടുവള്ളിയിൽ തൂങ്ങിക്കിടന്ന് ചിന്തിച്ചത് ഇനിയും ഒത്തിരി ദൂരം കൊക്കയിലേക്ക് വീഴാനുണ്ട്, ഈ പിടുത്തം വിട്ടാ ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് പേടിച്ച് അവിടെ കിടക്കുകയായിരുന്നു. ഇതൊരു ഗുരു തന്റെ ശിഷ്യന് പറഞ്ഞു കൊടുത്ത കഥയാണ്. ഇത് നമ്മുടെ ജീവിതവുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര ശരിയാണ്. ശാരീരികമായ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അല്ലേ? അസുഖമില്ലാത്ത ആരാളുള്ളത്? അസുഖമില്ലാത്ത ആരാളുള്ളത്? മാനസികമായി സങ്കടപ്പെടാത്തവരാരാ ഉള്ളത്? ഒരു വലിയ സൈക്കോളജി OPയിൽ ചെന്നിട്ട് സൈക്യാട്രിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ചെന്നു. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ഒരു വിഷാദമാണ്, സങ്കടമാണ്, എപ്പോഴും എന്നെ ഒന്ന് ചികിത്സിക്കണം. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ചികിത്സ തരാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ഈ ആശുപത്രിയുടെ തൊട്ടു പിന്നിൽ ചാർലി ചാപ്ലിന്റെ സിനിമ ഓടുന്നുണ്ട്, പോയൊന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു. ചാർലി ചാപ്ലിൻ അറിയില്ലേ? നിങ്ങളെന്താ എങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അറിയോ ചാർലി ചാപ്ലിൻ? അതാരാ? ലോകം കണ്ട ഏറ്റവും വലിയ കൊമേഡിയനല്ലേ? അയാളുടെ പടം പിന്നിലെ തിയേറ്ററിൽ ഓടുന്നുണ്ടെന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു. സാധാരണ ഇവിടെ വരുന്ന രോഗികളൊക്കെ ഞാൻ അങ്ങോട്ട് വിടാറുണ്ട്. സിനിമ കണ്ടിട്ട് വരുമ്പോഴേക്ക് ചിരി അടക്കാൻ കഴിയാതെ അവരുടെ വിഷാദ രോഗം മാറിയിരിക്കും. ഈ രോഗി പറഞ്ഞു, ഇല്ല, എനിക്ക് ആ അസുഖം മാറൂല. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വാ, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ അസുഖം മാറും. രോഗി പറഞ്ഞു, ഒരിക്കലും മാറില്ല, എനിക്ക് ഉറപ്പുണ്ട് മാറൂല. ഡോക്ടർ ചോദിച്ചു, എന്താ കാരണം? രോഗി പറഞ്ഞു, ഞാനാണ് ചാർലി ചാപ്ലിൻ. ഞാനാണ് ചാർലി ചാപ്ലിൻ, എനിക്കാണ് വിഷാദ രോഗം. അയാളുടെ കുട്ടിക്കാലത്തെ പറ്റി എഴുതുന്ന ഗ്രന്ഥത്തിലാണ് അയാൾ പറഞ്ഞത്, മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം, കാരണം ഞാൻ കരയുന്നതാരും കാണില്ല. സങ്കടമില്ലാത്ത ആരാ ഉള്ളത്? സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്ത ആരാ ഉള്ളത്? ഈ പറയപ്പെടുന്ന എല്ലാ വിഷമങ്ങളുടെ നടുവിൽ ഞാനും നിങ്ങളും പാലക്കാട് ജില്ലയിൽ താമസിക്കുമ്പോൾ, ഈ പെരിങ്ങോട്ട് കുറിശ്ശിയിൽ ഞാനും നിങ്ങളും താമസിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ചിന്ത എന്താണെന്നറിയോ? കാട്ടുവള്ളിയിൽ തൂങ്ങിക്കിടന്ന പൊട്ടൻ മനുഷ്യന്റെ ചിന്തയാണ്. എന്ത് ചിന്ത? കാലം നീട്ടിവെച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ചെറിയ തുരുത്ത് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ, അതെ, നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റാൻ കഴിവുള്ള അല്ലാഹ് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാ. എത്ര ശാരീരികമായ ദുർബലതകൾ നിങ്ങൾക്ക് വന്നാലും, ഏതെല്ലാം മാനസിക രോഗങ്ങൾ നമ്മുടെ വേട്ടയാടിയാലും, എന്തെല്ലാം സാമ്പത്തികമായ കുരുക്കുകളിൽ അകപ്പെട്ടു പോയാലും, വല്ലാഹി വല്ലാഹി പടച്ചവനെ നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് ചിന്ത വന്നു പോയാൽ, സഹോദരങ്ങളെ, പൊട്ടക്കിണറ്റിലേക്ക് വീണു പോകുന്ന
അല്ലെങ്കിൽ കൊക്കയിലേക്ക് വീണു പോകുന്ന മനുഷ്യനെ കാട്ടുവള്ളികൾ പിടിച്ചു കിടക്കും പോലെ നമുക്ക് കിടക്കേണ്ടി വരില്ല. മനസ്സിന് സമാധാനമാണ്, സന്തോഷമാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതുപോലെ അല്ലാഹു ആരെയും കൈയൊഴിയുന്നില്ല. അല്ലാഹു കരുണയുള്ളവനാണ്, വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ്. അബ്ദുള്ള എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആമിന എന്ന് പറയുന്ന പെണ്ണിന്റെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് മാസം 2 സഹോദരങ്ങളെ, യുവാവായ അബ്ദുള്ള ഈ ലോകത്തോട് വിട പറയുകയാ. ആ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായി, ആ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിക്കുകയാണ്. ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് പേര് മുഹമ്മദ് എന്നിടുകയാ. ആരാണ് മുഹമ്മദ് എന്നിട്ടതെന്നറിയോ? അബ്ദുള്ള എന്ന യുവാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവായ അബ്ദുൽ മുത്തലിബാണ്. ആ അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് എന്ന് പേരിട്ട് കൊടുത്തു. ആ മുഹമ്മദ് ആരാ? മദീനയുടെ രാജകുമാരാ, മക്കയുടെ ജേതാവേ, ഖൽബിന്റെ രാജാവേ, എന്റെയും നിങ്ങളുടെയും വികാരമേ, വിചാരമേ നബി മുഹമ്മദ് മുസ്തഫ. അബ്ദുള്ള എന്ന പ്രിയപ്പെട്ട പിതാവ് മരണപ്പെടുന്ന സമയത്ത് ഉമ്മ ആമിന ബീവിയുടെ ഗർഭാശയത്തിനകത്ത് 2 മാസം മാത്രം പ്രായമാകുന്ന കുട്ടിയാണ്. ആ സമയത്ത് അല്ലാഹു മുഹമ്മദ് മുസ്തഫയെ കൈയൊഴിഞ്ഞോ ഇല്ല. സഹോദരങ്ങളെ, അബ്ദുള്ള ഇല്ലെങ്കിൽ എന്താണ്? വാപ്പയില്ലെങ്കിൽ എന്താണ്? മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തതാരെയാണ്? അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹനെയാ. അബ്ദുൽ മുത്തലിബ് പൊന്നുപോലെയല്ലേ പ്രിയപ്പെട്ട പൊന്നുമോനെ നോക്കിയത്. എവിടെ പോയാലും നിലത്ത് വെക്കാതെ, തറയിൽ വെക്കാതെ, തലയിൽ വെച്ച് ചുമന്നു കൊണ്ടുപോകുന്ന ഉപ്പാപ്പ. ആ പിതാമകനെ എങ്ങും ആ പ്രിയപ്പെട്ട മകനെ ഉപേക്ഷിച്ചില്ല. എവിടെ പോയാലും, യോഗങ്ങൾക്ക് പോയാലും അവിടെ തന്നെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊണ്ടുപോവുകയാ. നാട്ടിലെ പ്രമാണിയാണ്, പ്രഭുവാണ്. അതുകൊണ്ട് യോഗങ്ങളുടെ അധ്യക്ഷത വഹിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. എവിടെ പോയാലും ആ പൊന്നുമോനെ കൈപിടിച്ചു കൊണ്ടുപോവുകയാ. എവിടെ ഭക്ഷണം കഴിക്കാൻ പോയാലും പൊന്നുമോനെ കൂടെ കൊണ്ടുപോകട്ടെ. മടിയിലിരട്ടിയിട്ട് വാപ്പയില്ലാത്ത പൊന്നുമോന്, അനാഥനായ പൊന്നുമോനെ അനാഥത്വം അറിയിക്കാതെ സനാഥത്വം നൽകിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് ആശ്വസിപ്പിക്കുകയാ. ഒരു ദിവസം സഹോദരങ്ങളെ, കഅബാലയത്തിന്റെ മുന്നില് ഒരു വിരിപ്പുണ്ട്, പ്രത്യേകമായ വിരിപ്പ. ആ വിരിപ്പിൽ അബ്ദുൽ മുത്തലിബ് അല്ലാതെ മറ്റാരും ഇരിക്കാറില്ല. കാരണം എന്തെന്നറിയോ? അബ്ദുൽ മുത്തലിബ് പ്രഭുവാണ്, പ്രമാണിയാണ്, അവിടുത്തെ നേതാവാണ്, അവിടുത്തെ ഏറ്റവും വലിയ പ്രമാണിയാണ്. അദ്ദേഹം ഇരിക്കുന്ന ആ വിരിപ്പിൽ വേറെ ആരെയും ഇരുത്താറില്ല. ഒരു ദിവസം നോക്കുമ്പോൾ അൽ അമീനായ അസാദിഖായ കുഞ്ഞുബാലനായ മുഹമ്മദ് മുസ്തഫ ഓടി ചെന്നിട്ട് ആ വിരിപ്പിലെന്ന് കയറുകയാ. അമ്മാവന്മാരോടി വന്നു, കൊച്ചാപ്പമാരോടി വന്നു വാരിക്കോരി എടുക്കുകയാ. എന്നിട്ട് പറഞ്ഞു, അൽ അമീനേ, അസാദിഖേ, ഉപ്പാപ്പാന്റെ വിരിപ്പിലാരെ കയറാറില്ല മോനെ. ഇത് കണ്ടുകൊണ്ട് വരികയാ അബ്ദുൽ മുത്തലിബ്. എന്താ ചെയ്തെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നിങ്ങൾ ഉപേക്ഷിക്കൂ, എന്റെ മടിയിൽ അവന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ആ വിരിപ്പിലേക്ക് അബ്ദുൽ മുത്തലിബ് അതാ കയറ്റിയിരുത്തുകയാ. സഹോദരങ്ങളെ, ഒരു വാപ്പയില്ലാത്തതിന്റെ വേദന അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞിട്ടില്ല. അബ്ദുൽ മുത്തലിബിലൂടെ പടച്ചതമ്പുരാ സംരക്ഷിക്കുകയാ. കുറെ നാളുകൾ കഴിയുമ്പോൾ അബ്ദുൽ മുത്തലിബ് ഈ ലോകത്തോട് വിട പറയുകയാ. പിന്നെ ആശ്വസിപ്പിക്കാൻ അല്ലാഹു തമ്പുരാ കൊടുത്തതാരെന്നറിയോ? അബൂ ത്വാലിബിനെയാണ്, കൊച്ചുമുത്താപ്പയാണ്. പിതൃവ്യനായ അബൂ ത്വാലിബിനെ കൊടുക്കുകയാ. ഈ അബൂ ത്വാലിബ് 50ാമത്തെ വയസ്സിൽ മരണപ്പെടുന്ന സമയത്ത്, റസൂലുള്ളാഹിന്റെ 50ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബ് മരണപ്പെടുകയാണ്. ആ സമയമാകുമ്പോഴേക്ക് ലോകം മുഴുവനും പ്രവാചകനെ അംഗീകരിക്കാൻ ഒരു വലിയ സമൂഹം ഉണ്ടായി. സഹോദരങ്ങളെ, വാപ്പയില്ലാതെ ജനിച്ച കുഞ്ഞിനെ സമാശ്വസിപ്പിക്കാൻ, ആശ്വാസം കൊടുക്കാൻ, സമാധാനം കൊടുക്കാൻ അല്ലാഹു തമ്പുരാൻ അവിടെ ആളെ കൊണ്ട് കൊടുക്കുകയാ. 6 വർഷം കഴിയുമ്പോൾ, അഥവാ ഇന്നത്തെ നമ്മുടെ മക്കൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാകുമ്പോഴല്ലേ പ്രിയപ്പെട്ട ഉമ്മ ആമിന അബവ എന്ന സ്ഥലത്ത് വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഉമ്മയില്ലാത്ത വേദന അറിയുമല്ലോ, പ്രിയപ്പെട്ട ഉമ്മയില്ലാത്ത സങ്കടം അറിയുമല്ലോ. സഹോദരങ്ങളെ, ആ സമയത്ത് ഉമ്മയില്ലാത്തതിന്റെ വേദന അറിയിക്കാതെ മഹാനായ പ്രവാചകനെ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഏറ്റെടുക്കാൻ വരുന്ന ഹലീമത്തു സൈദിയ, പിന്നീട് വരുന്നത് അതാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു. സഹോദരങ്ങളെ, അവസാന കല്യാണ പ്രായമെത്തിയപ്പോ 25ന്റെ ആ പരിശുദ്ധമായ പ്രായമെത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ ആരാ പിന്നെ ഏറ്റെടുത്തതെന്നറിയോ? മക്കയിലെ തമ്പുരാട്ടിയായ, ലോകം കണ്ട ഏറ്റവും വലിയ ധനാഠ്യയായ, സമ്പന്നയായ, കുലീനയായ ബീബി ഖദീജത്തുൽ കുബ്രാ.
മണവാട്ടിയായ കടന്നു വന്ന ഖദീജ വെറും ഒരു ഭാര്യ മാത്രമല്ല, ഖദീജ റളിയല്ലാഹു അൻഹ ഉമ്മയുടെ സ്ഥാനത്താണ്, അധ്യാപികയുടെ സ്ഥാനത്താണ്, ഭാര്യയുടെ സ്ഥാനത്താണ്, തന്റെ കൂട്ടുകാരിയുടെ സ്ഥാനത്താണ്, എല്ലാമായി ഖദീജ മാറുകയാ. അതുകൊണ്ടല്ലേ 25-ാമത്തെ വയസ്സിൽ റസൂലുള്ള 40 വയസ്സുകാരിയായ ഖദീജയെ കല്യാണം കഴിച്ചു. ഖദീജയ്ക്ക് 65 വയസ്സെത്തുമ്പോ 50 വയസ്സുകാരനായ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്ന് ഖദീജ പടിയിറങ്ങുകയാ. അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാകുമ്പോ ഇന്നും പോയാൽ കാണാ ജന്നത്തുൽ മുഅല്ലയില് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ നമുക്ക് കാണാ. പരിശുദ്ധമായ മക്കയിലെ ശ്മശാനത്തിലെ ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു കല്യാണത്തെ പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. കാരണം ഖദീജ എല്ലാമായിരുന്നല്ലോ. ഉമ്മയില്ലാതെ ജനിച്ച ഉമ്മ മരണപ്പെട്ടു പോയി. ഉമ്മയില്ലാതെ വളർന്നു വന്ന റസൂലുള്ളാഹിക്ക് ജീവിതത്തിൽ എല്ലാ തണലും നൽകാൻ മറ്റൊരു പെണ്ണിനെ അല്ലാഹു കൊടുത്തെങ്കിൽ ആ പടച്ച തമ്പുരാൻ നമ്മളെ കൈയൊഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെ സഹായിക്കാനല്ലാതെ പടച്ചവൻ ഒരിക്കലും നമ്മളെ കൈയൊഴിയാൻ കഴിയില്ലല്ലോ. സഹോദരങ്ങളെ, പടച്ച തമ്പുരാൻ നമ്മളെ എല്ലാ നിലയിലും നമ്മളെ സഹായിക്കാൻ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു ക്രൂരനല്ല. അല്ലാഹു നമ്മളെ സഹായിക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. പ്രതിസന്ധികൾ ഏതെല്ലാം നിലയിൽ നമ്മളെ തേടിയെത്തുമ്പോൾ, ശാരീരികമായ ദുർബലതകൾ നമ്മളെ വേട്ടയാടുമ്പോൾ, മാനസികമായ വ്യഥകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, സാമ്പത്തികമായി നമ്മളെ തകർന്ന് തരിപ്പണമാകുമ്പോൾ സങ്കടപ്പെടല്ലേ മുസ്ലിം പെണ്ണേ, സങ്കടപ്പെടല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അല്ലാഹു നമ്മളെ കൂടെ ഉണ്ടെന്നൊരു ബോധം വരണം. അല്ലാഹു പരീക്ഷിക്കും, പക്ഷെ ഉപേക്ഷിക്കില്ല. അല്ലാഹു നമ്മളെ പരീക്ഷിക്കും, പക്ഷെ അവൻ നമ്മളെ ഉപേക്ഷിക്കില്ല. രവീന്ദ്രനാഥ് ടാഗോർ, ഇന്ത്യക്ക് മറക്കാൻ കഴിയാത്തൊരു വലിയ മഹാമനീഷി രവീന്ദ്രനാഥ് ടാഗോർ 1902 അദ്ദേഹം വിവാഹിതനാവുകയാണ്. 1903 അദ്ദേഹത്തിന് ഒരു കുഞ്ഞു ജനിച്ചു. വലിയ സന്തോഷം ആ ചെറിയ വീട്ടില്, വലിയ സന്തോഷമായി. പക്ഷെ ആ സന്തോഷം അധിക നാൾ നിലനിന്നില്ല. പിറ്റേ കൊല്ലം ആ കുഞ്ഞ് മരണപ്പെടുന്നു. 1935 എത്തുമ്പോഴേക്കും, അഥവാ 13 വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഭാര്യയും മരിച്ചു. തൊട്ട് പിറ്റേ കൊല്ലം അച്ഛൻ മരിച്ചു. അടുത്തടുത്ത വർഷങ്ങളിൽ തന്റെ എല്ലാ സഹോദരങ്ങളും മരിച്ചു. 20 വർഷത്തിനിടയിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കുടുംബത്തില് രവീന്ദ്രനാഥ് ടാഗോർ മാത്രം അവശേഷിച്ചു. ബാക്കി എല്ലാവരും മരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ഇന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്താണെന്നറിയോ? നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. നമുക്കൊരു രോഗം അല്ലാഹു തരുമ്പോ, ഒരു പരീക്ഷണം അല്ലാഹു തരുമ്പോ നമ്മൾ അല്ലാഹുവിനെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ. അല്ലാഹു ഒരിക്കലും നമ്മളെ കൈയൊഴിയില്ല എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹുവിന് പ്രത്യേകമായ ആരോടെങ്കിലും പ്രത്യേക മഹബത്ത് ഉണ്ടായി അവർക്കൊന്നും കൊടുക്കാതെ ബാക്കിയുള്ളവർക്ക് പരീക്ഷണം കൊടുക്കുകയാണെന്ന് ആരും ധരിക്കരുത്. പടച്ചവന്റെ കരുണ എന്താന്ന് പഠിക്കാനാണ് ഞാൻ ഈ 2 മണിക്കൂർ ഉപയോഗപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രാർത്ഥന, ദൈവമേ ഞാൻ എന്നെ പരീക്ഷിക്കരുതേ എന്നല്ല നിന്നോട് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? 20 കൊല്ലത്തിനിടയിൽ വീട്ടിലുള്ള കുടുംബത്തിലുള്ള സർവരും നഷ്ടപ്പെട്ടു പോയപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ പ്രാർത്ഥിച്ചത്, ദൈവമേ ഒരിക്കലും നീ എന്നെ പരീക്ഷിക്കരുതേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ ഞാൻ ഭയന്നു പോകരുതേ എന്നാ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന എവിടെ നിന്ന് കിട്ടി? രവീന്ദ്രനാഥ് ടാഗോർ എവിടെന്നാ കിട്ടിയത്? രവീന്ദ്രനാഥ് ടാഗോറിന് ഈ പ്രാർത്ഥന കിട്ടിയത് ഒരുപക്ഷെ സയ്യിദുനാ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്നാകാം. കാരണം ഇന്ത്യക്ക് ഇസ്ലാമിന്റെ ഖലീഫമാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രങ്ങൾക്ക് ധാരാളം ബന്ധമുണ്ട്. ഒന്നും പറയാനുള്ള സമയമില്ല. ഉമറിന്റെ ഭരണം വേണമെന്നല്ലേ ഗാന്ധിജി ആഗ്രഹിച്ചത്? അതുകൊണ്ടല്ലേ എല്ലാ കൊല്ലവും മൂപ്പരെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എല്ലാ കൊല്ലവും വെടിവെക്കുക. ഒരിക്കൽ വെടിവെച്ചു
കൊന്നു. അതിനുശേഷം വർഷം തോറും നമ്മൾ അതിന്റെ സങ്കടം അയവിറക്കുമ്പോ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ വെടിവെക്കുകയാണ്. കലി തീരാത്ത ആളുകൾ. രവീന്ദ്രനാഥ ടാഗോറിന്റെ മനസ്സ് ഈ നിലയിലേക്ക് പ്രാപ്തമാക്കപ്പെട്ടത് ഒരുപക്ഷേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിന്റെ ചരിത്രമാകാം. ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവേ, എന്റെ ദുആ നീ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തോ അത് നിന്റെ കാര്യമാ. അല്ലാഹുവേ, നീ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, എനിക്ക് ദ്വാരക്കാരുള്ള മനസ്സ് നീ നഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. നമ്മളാണെങ്കിലോ 10 പ്രാവശ്യം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ചോദിക്കൂല. പക്ഷെ അങ്ങനെയല്ല, അല്ലാഹ് നമ്മളെ കൈയടിയൂല. ചോദിച്ചുകൊണ്ടിരിക്കണം. രോഗം പിടിപെടുകയാണ്, ശാരീരികമായ രോഗം പിടിപെട്ടു, എല്ലുരുക്കത്തിന്റെ രോഗം പിടിപെട്ടിട്ട് ശരീരത്തിൽ നിന്ന് വലിയ വലിയ രോഗത്തിന്റെ അണുക്കള്, ആ രോഗം കാരണമായി ശരീരം മുഴുവന് കാർന്ന് തിന്നപ്പെടുന്ന മാരക രോഗത്തിനടിമയാകുന്നു. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ ഉപേക്ഷിച്ചു പോവുക. സഹോദരങ്ങളെ, ഉണ്ടായിരുന്ന ആകെയുള്ള സന്തോഷം മക്കളാണ്. ആ മക്കളെല്ലാം മരണപ്പെടുകയാണ്. സ്വത്തുണ്ടായിരുന്നു ധാരാളം, അതെല്ലാം നഷ്ടപ്പെടുകയാ. കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങുകയാ. കൃഷിയിടങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുകയാ. കുഞ്ഞുമക്കളെല്ലാം മരണപ്പെട്ടു. ഭാര്യമാരെല്ലാം ഉപേക്ഷിച്ചു പോയി. ആ സമയത്ത് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദ്വാരന്നതെന്തെന്നറിയോ? പടച്ചവനെ, നീ എന്തിനാ എനിക്കിങ്ങനെ പരീക്ഷണം തരുന്നത്? എന്റെ ഭാര്യമാര് പോയി, എന്നാൽ എന്റെ സന്താനങ്ങളെ കൂടെ നീ തന്നില്ലല്ലോ. അവരൊക്കെ മരിച്ചുപോയല്ലോ റബ്ബേ. എന്നാൽ എന്റെ സ്വത്തോ അതെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മൃഗങ്ങളെ ചത്തൊടുങ്ങിയിരിക്കുകയാ. അതുകൊണ്ട് എന്തൊരു പരീക്ഷണമാണ് തമ്പുരാനെ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ ഒരു കാര്യം അല്ലാഹുവോട് പറഞ്ഞില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞതെന്തെന്നറിയോ? ഇന്നി മസ്സനിയൽ വഅന്ത അർഹമുർ റഹീമീൻ. പടച്ചവനെ, അല്ലാഹുവേ, എനിക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ശരി തന്നെയാ. പക്ഷെ അന്ത അർഹമുർ റഹീമീൻ, നീ എത്ര കരുണയുള്ളവനാണ്, നീ എത്ര കാരുണ്യമുള്ളവനാണ്. നിന്റെ കരുണ വിശാലമാണ്. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരൽപ്പം എന്റെ രോഗം മാറ്റുന്നതിന് നീ വേണ്ടി മാറ്റിവെക്കണമെന്ന് പോലും അയ്യൂബ് നബി ചോദിച്ചില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആറന്നത്, പടച്ചവനെ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് നീ തന്നു എന്ന് അല്ലാഹുവോട് പറഞ്ഞില്ല. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്, പക്ഷേ നിന്നെ പോലെ കരുണയുള്ളവൻ ലോകത്ത് വേറെ ആരുമില്ല അല്ലാഹ്. ആ ഒരു തിരിച്ചറിവുണ്ടായപ്പോ അല്ലാഹു എന്താ ചെയ്ത അയ്യൂബ് നബിക്ക്? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു എന്ത് കൊടുത്തു? സ്വത്തെല്ലാം തിരിച്ചു കൊടുത്തു. അല്ലാഹുക്ക് കഴിയൂലേ? സർവ്വ സ്വത്തുക്കളും തിരിച്ചു കൊടുത്തു അല്ലാഹു. അല്ലാഹു തആല ഭാര്യമാർ ഉപേക്ഷിച്ചു പോയ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ഒന്നൊന്നായി തിരിച്ചു വന്നു. എല്ലാ ഭാര്യമാരും തിരികെ എത്തി. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സന്താനങ്ങളെ തിരിച്ചു കൊടുത്ത്, സമ്പത്ത് തിരിച്ചു കൊടുത്ത്, കുടുംബത്തെ തിരിച്ചു കൊടുത്ത്, ഏറ്റവും നല്ല സൗന്ദര്യത്തോടെ അയ്യൂബ് നബി അലൈഹിസ്സലാം വീണ്ടും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഖിദ്മ ചെയ്തു. എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാര്യം, പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു, അത് ശരിയാ, പക്ഷേ അല്ലാഹുവേ, പടച്ചവനെ, നിന്നെ പോലെ കരുണയുള്ള ആളുകളെ, നിന്നെ പോലെ കരുണയുള്ളവനെ ഞാൻ ഇന്ന് വരെ ലോകത്ത് കണ്ടിട്ടില്ല. നിന്നെ പോലെ കരുണയുള്ളവനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഒന്ന് ആമീൻ പറയും. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഓരോ നാടുകൾക്ക് ഓരോ പ്രത്യേകത. മക്കളെ, നിങ്ങളെന്താ വട്ടമേശ സമ്മേളനം? വട്ടമേശ സമ്മേളനം നമുക്ക് എന്ത് പരീക്ഷണം വന്നാലും ചിലപ്പോ ഖൈറിനായിരിക്കും സഹോദരങ്ങളെ. നമുക്കറിയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കസേരയിന് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ഒരുപാട് സഹോദരങ്ങൾ പിന്നിലും മുന്നിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നിൽക്കുന്നവർക്ക് ഇരിക്കാൻ കസേരയുണ്ട്.
നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമെന്ന് ഞാൻ പറയില്ല, എവിടെയെങ്കിലും ഇരുന്ന് വാള് കേട്ടാൽ മതി. നമ്മുടെ സംഘാടകരെ നിങ്ങൾ ചേർത്ത് നിർത്തണം. 9 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. 10 വയസ്സാകുമ്പോഴാണ് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുക പോലും ചെയ്യേണ്ടത്. 9ാമത്തെ വയസ്സിൽ അടിക്കാൻ പോലും പാടില്ല. അപ്പൊ ഇപ്പോഴും അവർ ആ ബാല്യത്തിൽ നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം. 9 വയസ്സേ ആയിട്ടുള്ളൂ നമ്മുടെ സംഘടനയ്ക്ക്. അതുകൊണ്ട് മടുത്തു പോകാതെ, അവർ തളർന്നു പോകാതെ ചേർത്ത് നിർത്തേണ്ട ബാധ്യത നാട്ടുകാർക്കാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനു വേണ്ടി ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. നമുക്കൊരു കാര്യത്തിലൊരു വിഷമം ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് ഖൈറായിരിക്കും. ഇത് അല്ലാഹു പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം. സഹോദരങ്ങളെ, അല്ലാഹു സൂറത്തുൽ ബഖറയിലൂടെ പറയുകയാണ്, أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, വഅസാ അൻ തക്റഹു ശൈആ, നിങ്ങൾ വെറുക്കുന്ന, നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്ന, നിങ്ങൾക്ക് വല്ലാതെ അറപ്പ് തോന്നുന്ന പല കാര്യങ്ങൾ, വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്, അത് നിങ്ങൾക്ക് വലിയ ഖൈറാണ്, സന്തോഷമാണ് കൂട്ടരെ. വഅസാ അൻ തുഹിബ്ബു ശൈആ, പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, കാമിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ വലിയ കൊതിയോടെ കാത്തിരിക്കുന്ന പലതും, വഹുവ ശർറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഷർറാണ്. ഇതെന്തുകൊണ്ടാ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതെന്നറിയോ? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുക്കറിയാ, പക്ഷെ നിങ്ങൾക്കറിയില്ല. അല്ലാഹുക്കറിയാ, പക്ഷെ നിങ്ങൾക്കറിയില്ല. സഹോദരിമാരെ, ശ്രദ്ധയോടെ നിങ്ങളൊരു നിമിഷം കേൾക്കുമോ? സഹോദരങ്ങളെ, നമുക്കൊരു ഖൈറായ ഒരു കാര്യം അല്ലാഹു വരാൻ തീരുമാനിച്ചാൽ, എന്തെങ്കിലും ഒരു നന്മ അല്ലാഹു നമുക്ക് വരുത്താൻ തീരുമാനിച്ചാൽ, അതിന്റെ മുന്നോടിയായ പടച്ചവന് പല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നമുക്ക് തന്നേക്കാം. അത് അനുഭവിക്കുമ്പോ നമ്മൾ കരുതും, പടച്ചവനെ ഇതെത്ര വിപത്താണ്, വിഷമമാണ് എന്ന്. പക്ഷെ അതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന വലിയ ഒരു ഖൈറാകും. പെങ്ങളെ, ഒരു രോഗം അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കട്ടെ. ആ രോഗത്തിന്റെ കാഠിന്യത, രോഗത്തിന്റെ അസഹ്യമായ വേദന നിങ്ങൾക്ക് വല്ലാത്ത അരോചകമായിരിക്കാം. പക്ഷേ ജീവിതത്തിൽ അള്ളാഹു അതുവഴി നിങ്ങൾക്ക് വലിയ സന്തോഷമാണ് തരാൻ അള്ളാഹു അവന് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ സന്തോഷമാകാ, അത് വലിയ ആനന്ദമാകാ, അത് വലിയ കൗതുകമാകാ, അത് വലിയ അട്രാക്ഷനാകാ. പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ മഹാവിപത്ത് അള്ളാഹു വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാത്തത് എന്തിന്റെ പേരിലെന്നറിയോ? വനാന്തരത്തിലൂടെ പാതിരാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് നടന്നുപോയ കൊക്കയിലേക്ക് വീണ, കാട്ടുവള്ളിയിൽ പിടികെട്ടിയിട്ട് തൂങ്ങിക്കിടന്ന മനുഷ്യന്റെ അജ്ഞത പോലെ അല്ല പറയുകയാണ്, വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. മക്കളെ, നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണ്. പടച്ചവനാണ് സർവ്വതും അറിയുന്നത്, അവനാണ് എല്ലാം അറിയുന്നത്, നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു വിഷമം വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതുവഴി അള്ളാഹു നിങ്ങൾക്ക് എന്തോ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു സന്തോഷം നിങ്ങൾക്ക് വരുമ്പോ ചിന്തിച്ചോ, ഇതുവഴി അള്ളാഹു എന്തോ ദുഃഖം നിങ്ങൾക്ക് വരുത്താൻ പോവുകയാ. അതുകൊണ്ട് സന്തോഷത്തിൽ ആറാടരുത്, മതിമറക്കരുത്, ആഹ്ലാദിക്കരുത്, അമിതമായി സന്തോഷിക്കരുത്. ദുഃഖം വരുമ്പോൾ അമിതമായി സങ്കടപ്പെടരുത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളിൽ അതിനൊരു മറുകരയുണ്ടാകുമല്ലോ. ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ടാകുമല്ലോ. ഒരു രാവ് വന്നാൽ അതിന് പകൽ വരുമല്ലോ. അതുകൊണ്ട് സഹോദര, ദുഃഖങ്ങൾ എന്ത് വന്നാലും അതിന്റെ മറുവശത്ത് അല്ലാഹു സന്തോഷം വെച്ചിട്ടുണ്ട്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. സങ്കടങ്ങൾക്ക് പുറമെ അല്ലാഹു നിങ്ങൾക്കൊരു സന്തോഷം വെച്ചിട്ടുണ്ട്. ബീർബലിനോട് അക്ബർ ചക്രവർത്തി പറഞ്ഞു, ചുമരിൽ ഒരു വാചകം എഴുതണം, സന്തോഷിക്കുന്നവനെ കാണുമ്പോൾ അവൻ ദുഃഖിക്കണം, ദുഃഖിക്കുന്നവനെ കാണുമ്പോൾ അവന് സന്തോഷം വരണം. അങ്ങനത്തെ ഒരൊറ്റ വരി എഴുതണം. ബീർബൽ എന്താ എഴുതി വെച്ചതെന്നറിയോ? അക്ബർ ചക്രവർത്തി അത്ഭുതപ്പെട്ടു പോയി, സ്തബ്ധനായി പോയി. ബീർബൽ എഴുതി വെച്ചു, ഈ സമയം കടന്നു പോകും,
ഈ സമയം കടന്നു പോകും. ദുഃഖിക്കുന്നവനത് കാണുമ്പോ മനസ്സിലാകും ഈ ദുഃഖം മാറി ഇനി ഒരു സന്തോഷം വരാനുണ്ടല്ലോ. പിന്നെ അതിനെ ആ ദുഃഖിക്കണം. സന്തോഷത്തിൽ ആറാടുന്നവൻ നോക്കുമ്പോ ഈ സന്തോഷമൊക്കെ നിൽക്കും, ഇനി ഒരു ദുഃഖം വരാനുണ്ട്. അവൻ മതിമറന്ന് സന്തോഷിക്കൂല. കാരണം എന്താ? വല്ലാഹു യഅലം വഅന്തും തഅലമൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കാര്യം അതിൽ അല്ലാഹു ശർറ് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മോശമായ കാര്യം, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അറപ്പാണ് ആ വിഷയം, പക്ഷെ അതിന്റെ പിന്നിൽ അല്ലാഹു തആല ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ഒരിക്കലും രാജാവും അദ്ദേഹത്തിന്റെ ഉപദേശകൻ അറിയുമല്ലോ, രാജാക്കന്മാർക്ക് എപ്പോഴും ഉപദേഷ്ടാക്കൾ